അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തിൽ ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ. മുഖ്യമന്ത്രി പിണറായി വിജയന് അവസാന ആണിയടിക്കുകയാണ് ഇന്ന് സതീശൻ. കൊട്ടിക്കലാശ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരുതിക്കൂട്ടിയുള്ള കരുനീക്കം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് നാളിതുവരെയുള്ള മുഖ്യന്റെ സകല കൊള്ളരുതായ്മകളും വലിച്ചു പുറത്തിട്ടുകൊണ്ടായിരുന്നു വി.ഡി. സതീശന്റെ പ്രകടനം. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ടി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് ആക്ഷേപിച്ചതും കേരളം മറന്നിട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ 51 കൊല്ലപ്പെട്ട ശേഷവും ആ ക്രൂരതയെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓരോ പ്രതികരണങ്ങളും. പാർലമെന്റിലെ മികച്ച പാർലമെന്റേറിയൻ കൂടിയായ N.K. പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതും വർഷങ്ങളോളം ഒപ്പം നടന്ന കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകനെ പരമച്ചെറ്റ എന്ന് അധിക്ഷേപിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം സംസ്കാരശൂന്യമായ വാക്കുകൾ ഉണ്ടാകുന്നത് കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ പോലും നാണം കെടുത്തുന്ന ഒന്നാണ്. രാഷ്ട്രീയ മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അധികാരത്തിന്റെ അഹന്തയിൽ എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടും അദ്ദേഹം കാണിക്കുന്ന അസഹിഷ്ണുത ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ആ ഭീഷണിക്ക് വഴങ്ങാതിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. ഹീനമായ, നാണം കെട്ട, മനുഷ്യത്വരഹിതമായ മാധ്യമപ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അവസാനിപ്പിക്കണം. അത് മനസ്സിലാക്കിയാൽ മതി. അത്രയും മനസ്സിലാക്കിയാൽ മതി. നീ വേറെ ചോദ്യം ചോദിച്ചോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ. ഞാനിത് രേവന്ത് റെഡ്ഡിയോട് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ മാനിഫെസ്റ്റോടെ വെച്ച് സംസാരിക്കുന്നത്. പിണറായി വിജയനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് ഞാൻ അഡ്വൈസ് ചെയ്തതാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തോട് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൾ പറയുന്ന ആളാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് ടി.പി. ചന്ദ്രശേഖരൻ 52 വെട്ടുവെട്ടി കൊന്ന ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ N.K. പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത, ഭൂമി കേൾക്കാത്ത ഭാഷ വരും, തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തിൽ ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ. കേരളത്തിന് എന്തൊരു നാണക്കേടായ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. അതൊക്കെ ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ ചെയ്തോളാം. പിന്നെ ഇല്ലില്ല, അതൊക്കെ ഞങ്ങൾ വേറെ എന്തെങ്കിലും വാർത്തകളുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. വേറെ എന്തെങ്കിലും വാർത്തകളുണ്ടോ? 2020 അവർ BJP ഭാഗത്തോട് ചേർന്നതോടുകൂടി അവരുടെ 75% പ്രവർത്തകർ തിരിച്ചു കോൺഗ്രസിൽ ചേർന്നു. അവര് ശുഷ്കമായവർ. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അവര് ഇടുക്കിയിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ ഈ LDFന്റെ മാനിഫെസ്റ്റോ നടപ്പാക്കിയ ഇടുക്കി, കോട്ടയം ജില്ലയുടെ കുറേ ഭാഗങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാവപ്പെട്ട കുടിയേറ്റക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും. 10,000 ആളുകൾ. ഇവരൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയതാണ്. ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പും മാനിഫെസ്റ്റോ ഉണ്ട്. ബഫർ സോണിനെതിരായി സമരം ചെയ്തതാണ്. ഇപ്പോൾ അത് നാഷണൽ പാർക്കിൻ്റെയും വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ബഫർ സോൺ. LDF മാനിഫെസ്റ്റോ അനുസരിച്ച് എല്ലാ വനങ്ങളുടെ അടുത്തും ബഫർ സോൺ വച്ചേക്കുക. ബഫർ സോണിൻ്റെ ഇപ്പുറത്ത് മാനിപ്പുലേഷൻ സോൺ, ബഫർ സോൺ കൂടാതെ. മനസ്സിലായില്ലേ? പിന്നെ 1 വർഷത്തിനകം ഏകവിള തോട്ടങ്ങളെല്ലാം വനഭൂമിയാക്കി പ്രഖ്യാപിക്കുമെന്നാണ്. കർഷകർക്കെതിരായ, മലയോരത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള മാനിഫെസ്റ്റോണ് LDF പ്രഖ്യാപിച്ചത്. ശുദ്ധ അബദ്ധങ്ങളാണ് ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിരിക്കുന്നത്. പണം ഞങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ മെച്ചപ്പെടുത്തും. മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രിതമായ നികുതി ഭരണം കൊണ്ട്, ഖജനാവിൻ്റെ ചോർച്ചയടയ്ക്കാനുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്.
കൺസ്യൂമർ പോയിന്റിലാണ് GSTയുടെ ടാക്സ്. 5 കൊല്ലമായിട്ട് ഞാൻ നിയമസഭയിൽ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് GSTക്ക് അനുരോധമായി ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പുനഃസംഘടിപ്പിക്കണമെന്ന്. കേരളത്തിൽ ഇത് ഇപ്പോഴും വാറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 കൊല്ലത്തിനകം GSTയിൽ 30 മുതൽ 35% വരെ നികുതി വരുമാനം ഞങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. UDF അല്ലെന്നേ, നികുതി വർദ്ധിക്കല്ല, നികുതി വരുമാനം വർദ്ധിക്കുമെന്ന്, നികുതി പിരിക്കുന്നില്ല കേട്ടോ. പറഞ്ഞുതരാം. അതായത് 5 കൊല്ലം കൊണ്ട് IGSTയിൽ 25,000 കോടി രൂപ ഗവൺമെൻറ് നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അസംബ്ലിയിൽ ആരോപണം ഉന്നയിച്ചു. ധനകാര്യമന്ത്രി പറഞ്ഞ് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അറിയാമല്ലോ, ഫിനാൻഷ്യൽ സ്റ്റഡീസ്, അവരെ റിപ്പോർട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ 25,000 കോടി നടപടിക്രമങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് സെൻട്രൽ പൂളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ്റാണിത്. മനസ്സിലായേ? ടാക്സ് കൂട്ടിയിട്ടല്ല മേടിക്കുന്നത്, ടാക്സ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കൺസ്യൂമർ പോയിന്റിൽ ഈ കേരളമായിരുന്നതിന് ഏറ്റവും വലിയ ബെനിഫിഷ്യറി. ആ ടാക്സ് കൂട്ടിയിട്ടല്ല. ടാക്സ് കൂട്ടാൻ പറ്റുമോ? അതൊരു ഒരു അജ്ഞത ഉള്ള ഒരു ചോദ്യമാണ്. കാരണം GST കൂട്ടാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചാൽ പറ്റുമോ? ചെറിയൊരു മണ്ടത്തരമുണ്ട് അതിനകത്ത് ആ ചോദ്യത്തിൽ. കൈരളി അല്ലെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ടാക്സ് വർദ്ധിപ്പിച്ചിട്ടാണോ GST കൂട്ടാനുള്ള എന്തെങ്കിലും അധികാരം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടോ?